മുനമ്പം വിഷയമാണ്. മുനമ്പം വിഷയത്തിൽ സമരം, മുനമ്പത്ത് സമരം അവിടെ ആരംഭിച്ചിട്ട് ഇന്ന് 20 ദിവസമാണ്. മുനമ്പത്തെ സമരരംഗത്തേക്ക് ലത്തീൻ സഭയും കടന്നുവരുന്നു എന്ന പ്രധാനപ്പെട്ട വാർത്തയാണ്. മുനമ്പത്തെ ഭൂമി അവകാശികൾക്ക് വിട്ടുകൊടുക്കണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിലപാട് സ്വീകരിക്കണം. ഇക്കാര്യത്തിൽ പ്രതിപക്ഷ രാഷ്ട്രീയ നേതൃത്വവും വിഷയത്തിൽ സജീവമായി ഇടപെടണം. സമരത്തിൽ ലത്തീൻ സഭയും സജീവമാകുമെന്ന് KRLCC വൈസ് പ്രസിഡന്റ് ജോസഫ് ജൂഡ് ന്യൂസ് 18 പറഞ്ഞു. മുനമ്പം കടപ്പുറത്തെ 404 ഏക്കർ ഭൂമി അവകാശ അവാദവുമായി വഖഫ് ബോർഡ് എത്തിയതോടുകൂടി മുൾമുനയിലായിരിക്കുന്നത് 610ഓളം കുടുംബങ്ങളാണ്. കുടിയിറക്ക് ഭീഷണി നേരിടുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ 20 ദിവസമായി സമരരംഗത്തും പ്രതിഷേധം ശക്തമാക്കിക്കൊണ്ട് സമരരംഗത്തുള്ള ഇവരോടൊപ്പം ലത്തീൻ സഭ നേരത്തെ തന്നെ അവരുടെ നിലപാട് പ്രഖ്യാപിച്ചതുമാണ്. നമുക്ക് കൂടുതൽ അറിയാം. KRLCCയുടെ വൈസ് പ്രസിഡന്റ് ജോസഫ് ജൂഡ് നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തോട് തന്നെ കൂടുതൽ ചോദിക്കാം, എന്താണ് കൂടുതൽ ലത്തീൻ സഭയ്ക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളതെന്ന്. കുറച്ചു ദിവസമായല്ലോ സമരങ്ങൾ തുടങ്ങിയിട്ട്. അപ്പോൾ എന്താണ് ഇതിൽ ലത്തീൻ സഭ ഒരു പരസ്യ നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്ന് നേരത്തെ തന്നെ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എന്താണ് കുറച്ചുകൂടെ ഈ സമരക്കാർക്ക് നൽകാനുള്ള ഒരു പിന്തുണ എന്ന് വിചാരിക്കുന്നത്? വൈപ്പിൻ ഈ മുനമ്പം കടപ്പുറം പ്രദേശത്തെ 610 കുടുംബങ്ങൾ അവർ പരമ്പരാഗതമായി അവിടെ താമസിക്കുന്നവരാണ്. കടപ്പുറത്ത് താമസിക്കുന്നവരാണ്. ഒരുപക്ഷെ 1902 ഐലിം മഹാരാജാവിൽ നിന്നും ഈ ഭൂമി കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി സത്താർ സെഡ് എന്ന് പറയുന്ന വ്യക്തി പാട്ടത്തിനെടുക്കുന്നത്. അക്കാലത്തും അതിനുശേഷമുള്ള എല്ലാ സമയത്തും ഈ ഭൂമി കൈവശം വെച്ച് അനുഭവിച്ചു വരുന്നത് അവിടുത്തെ ഇപ്പോൾ താമസിക്കുന്ന ആളുകൾ തന്നെയാണ്. അത് ഈ ഭൂമി 1950 ഫറൂഖ് കോളേജിന് ഇഷ്ടദാനമായി നൽകുകയാണ്. വാസ്തവത്തിൽ അതൊരു വഖഫ് ഭൂമി എന്ന് പറയാനായിട്ടാവില്ല. കാരണം വഖഫ് ഭൂമി എന്ന് പറയുന്നത് ഒരു ടോട്ടലി പെർമനന്റ് ഫുൾ കംപ്ലീറ്റ് ഡെഡിക്കേഷനാണ്, പെർമനന്റ് ഡെഡിക്കേഷനാണ്. ഇവിടെ ആ വഖഫ് ഭൂമി വഖഫ് ഭൂമി എന്ന് പറയുന്ന ഈ ഭൂമി ഫറൂഖ് കോളേജിന് ആധാരം ചെയ്തു കൊടുക്കുമ്പോൾ അതിൽ പല കണ്ടീഷൻസും ഉണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു വഖഫ് ഭൂമിയാണെന്ന് കരുതാൻ നിവൃത്തിയില്ല. അതൊരു ഇഷ്ടദാനം. അത് 1975 ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു ഉത്തരവിലൂടെ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, വ്യക്തമാക്കുന്നുണ്ട്. ഇത് ഈ ഭൂമി ഇഷ്ടദാനമായി ഫറൂഖ് കോളേജിൽ ലഭിച്ചതാണ്. അത് ഫറൂഖ് കോളേജിനാണ് അത് ക്രയവിക്രയം നടത്താനുള്ള അവകാശമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കുന്നുണ്ട്. പിന്നീടാണ് 2008 ബഹുമാനപ്പെട്ട അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ സമയത്ത് ഒരു MA നിസാർ എന്ന് പറയുന്ന ഒരു മുൻ ഡിസ്ട്രിക്ട് ജഡ്ജ് അധ്യക്ഷനായിട്ടുള്ള ഒരു സമിതിയെ ഇത് വഖഫ് ഭൂമിയാണ് എന്ന് ചില അവകാശവാദങ്ങൾ ഉയർന്നതിനെ തുടർന്ന് പഠിക്കാനായിട്ട് നിയോഗിക്കുകയും അവർ യഥാർത്ഥത്തിൽ വസ്തുതകൾ പരിഗണിക്കാതെ, യാഥാർത്ഥ്യങ്ങൾ പരിഗണിക്കാതെ അവിടെ താമസിക്കുന്നവരുടെ താമസിക്കുന്നവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാതെ ഈ ഭൂമി വഖഫാണെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. ലത്തീൻ സഭയെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പ്രദേശത്തെ 610 കുടുംബങ്ങൾ അവര് പരമ്പരാഗതമായി താമസിക്കുന്നവരാണ്. അവർ വില കൊടുത്ത് സ്വന്തമാക്കിയ ഭൂമിയാണ്, ആധാരം ചെയ്ത് സ്വന്തമാക്കിയ ഭൂമിയാണ്. ആ ഭൂമി സംരക്ഷിക്കുന്നതിനും ആ ഭൂമിയിലുള്ള അവരുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനും അവർ നടത്തുന്ന എല്ലാ ശ്രമങ്ങൾക്കും കേരളത്തിലെ ലത്തീൻ സഭ പിന്തുണയ്ക്കുന്നു, സർവാത്മന പിന്തുണയ്ക്കുന്നു. ആവശ്യമായ എല്ലാ സഹായവും അവർക്ക് നൽകാൻ ബാധ്യസ്ഥരുമാണ്. ആ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ പ്രശ്നം പരിഹരിക്കുന്നത് 2 നിർദ്ദേശങ്ങളാണ് പ്രധാനമായിട്ടും മുന്നോട്ട് വന്നിരിക്കുന്നത്. ഒന്ന്, ഈയിടെ നമുക്കറിയാം സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള വഖഫ് ആക്ടിലെ ഭേദഗതികൾ ഒരുപക്ഷെ ഇത്തരം പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാവുന്നതിന് തടയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഭേദഗതികൾ കേന്ദ്ര വഖഫ് നിയമത്തിലെ ഇത് ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയാണ്, ഭരണഘടനാപരമായിട്ടുള്ള സാധ്യതകൾ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ഹർജിയിൽ സമീപിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഹർജി ഇതാണ്. കേന്ദ്ര വഖഫ് ബോർഡിന്റെ നിയമങ്ങൾ മറ്റൊരു ട്രസ്റ്റിനും നൽകാത്ത രീതിയിലുള്ള അവകാശങ്ങൾ അത് ചോദ്യം ചെയ്തിട്ടാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹർജി അതിന് പരിഗണിക്കുന്നുണ്ട്. എനിക്കറിയില്ല അതുകൊണ്ട് തീരുമാനം ഉടനെ വരുമോ എന്ന് അറിഞ്ഞുകൂടില്ല. ഏതായാലും സെൻട്രൽ ഗവൺമെന്റ് വഖഫ് ആക്ടിന്റെ ഭേദഗതിയുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. JPC അതിന് പഠനം നടത്തുന്നു. അപ്പൊ ഈ വഖഫ് ആക്ടിലെ ഭേദഗതികൾ പ്രാബല്യത്തിലായാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് നമുക്ക് കരുതാൻ നിവൃത്തിയില്ല. കാരണം അതൊരു മുൻകാല പ്രാബല്യത്തോടെയല്ല ഇത് വരുന്നത്. ഇപ്പൊ സെക്ഷൻ 1995 ആക്ടിലെ സെക്ഷൻ 40 അവർ ഉപേക്ഷിക്കുമ്പോഴേക്കും അത് ആ നിയമം എപ്പോൾ പാസ്സാകുന്നു അപ്പോൾ മുതലാണ് ബാധകമാകുന്നത്. നമുക്ക് അതുകൊണ്ട് ഗുണം കിട്ടിയില്ല. പക്ഷേ ഇത്തരം തർക്കങ്ങൾ, ഇപ്പൊ ഗവൺമെന്റ് ഭൂമിയെ പറ്റിയുള്ള ഒരു പരാമർശമുണ്ട്. ഗവൺമെന്റ് ഭൂമിയാണെന്ന് തർക്കമുണ്ടായാൽ
ഈ നിയമം വരുന്നതിന് മുൻപും വരുന്നതിന് ശേഷവുമുള്ള എല്ലാ വ്യവഹാരങ്ങളും നിർത്തലാക്കുകയും അത് കളക്ടർ അന്വേഷിച്ച് നടപടിയെടുക്കുമെന്ന് പറയുന്നത്. പക്ഷെ ഒരു പ്രൈവറ്റ് ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ആ നിലപാട് നിയമത്തിലില്ല. അപ്പൊ പ്രൈവറ്റ് ഭൂമി ഇതുപോലുള്ള തർക്കമുണ്ടായാൽ അത് അന്വേഷിച്ച് തീരുമാനത്തിലെത്താനുള്ള അധികാരം കളക്ടർക്ക് നൽകുന്ന ഒരു വ്യവസ്ഥ കൂടെ ഇതിനകത്തുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ പ്രശ്നം പരിഹരിക്കപ്പെടാം. ഇപ്പോഴുള്ള വ്യവസ്ഥകൾ പരിശോധിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കുന്ന മാർഗങ്ങളൊന്നും കാണുന്നില്ല. പക്ഷെ ഇപ്പോഴുള്ള മാർഗം നമ്മുടെ മുൻപിൽ തെളിഞ്ഞു വരുന്നത് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് MA നിസാർ കമ്മിറ്റിയുടെ ഒരു തീരുമാനം അത് അസാധുവാക്കപ്പെടണം. വഖഫ് ഭൂമിയാണെന്നുള്ള ഒരു തീരുമാനം അസാധുവാക്കപ്പെടണം. അതിന് ഗവൺമെന്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സ്വതന്ത്ര കമ്മീഷനെ നിയോഗിക്കുകയും ആ കമ്മീഷൻ എല്ലാ ആളുകളുടെയും നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ ആളുകളുടെയും ആക്ഷേപം സ്വീകരിച്ച് പരാതികൾ സ്വീകരിച്ച് ആ വസ്തുതകൾ പരിഗണിച്ച് ഒരു തീരുമാനം സമയബന്ധിതമായി നടപ്പിലാക്കുകയും അതിനനുസരിച്ച് വഖഫ് ഭൂമിയാണെന്ന അവകാശവാദം വഖഫ് ബോർഡ് ഉപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഈ പ്രശ്നം അടിയന്തരമായിട്ട് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. ആ നിലപാടാണ് ലത്തീൻ സഭ സ്വീകരിച്ചിട്ടുള്ളത്. ഇത് ഈ ഒരു നിർദ്ദേശം വയ്ക്കുന്ന സംസ്ഥാന സർക്കാരിനാണോ അതോ കേന്ദ്ര രണ്ട് സർക്കാരിനോ? രണ്ട് തരത്തിൽ ഞങ്ങൾ സമീപിക്കുന്നുണ്ട്. ഒന്ന് സ്റ്റേറ്റ് ഗവൺമെന്റിനോട് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് അടിയന്തരമായി ഒരു കമ്മീഷനെ നിയോഗിക്കണം, ഈ വഖഫ് ഭൂമി അല്ല എന്നുള്ള ഒരു കണ്ടെത്തൽ നടത്തണമെന്നുള്ളത്. രണ്ടാമത്തേത് JPC മുമ്പാകെയും നമ്മൾ ചില നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് അനിവാര്യമായ ചില മാറ്റങ്ങളുണ്ട്. അത് ആ അനിവാര്യമായ മാറ്റങ്ങളെ പറ്റിയും നമ്മുടെ അഭിപ്രായം നമ്മൾ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റാണ് വളരെ പെട്ടെന്ന് തീരുമാനമെടുക്കേണ്ടത്. കാരണം സ്റ്റേറ്റ് ഗവൺമെന്റ് നിശ്ചയിച്ചൊരു കമ്മീഷനാണ് ഇത് വഖഫ് ഭൂമിയാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷെ കഴിഞ്ഞ 20 ദിവസമായിട്ട് ഇതിൽ സർക്കാർ നിലപാട് പ്രഖ്യാപിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. അതായത് സർക്കാർ ഇതിനകത്ത് പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പോലും അത് പ്രകടമായിട്ടോ പ്രത്യക്ഷമായിട്ടോ ഒരു സാഹചര്യത്തിലേക്ക് വരുന്നില്ല. ഈ നിസ്സംഗത സർക്കാർ വെടിയണം. കേരളത്തിലെ സർക്കാർ ഈ നിസ്സംഗത വെടിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഈ പ്രശ്നം വളരെ ഗുരുതരമായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ നിസ്സംഗത വെടിഞ്ഞ് അലംഭാവം വെടിഞ്ഞ് അടിയന്തരമായി സർക്കാർ ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്നാണ് KRLCC ആവശ്യപ്പെടുന്നത്. ഇത് മറ്റൊരു കാര്യം കൂടി, പ്രതിപക്ഷ നേതാവിനെതിരെയും ഈ രൂക്ഷമായ വിമർശനമുണ്ട്. കോൺഗ്രസിനെതിരെ പ്രതിപക്ഷം വേണ്ട തരത്തിൽ ആക്ട് ചെയ്യുന്നില്ല. സർക്കാരിന്റെ ഭാഗത്തുള്ള നിസ്സംഗത ഈ പറയുന്ന തുടർന്ന മൌനം തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ടായത്. ഇരു മുന്നണികളും ഈ പറയുന്നതുപോലെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ പോലും അല്ല എന്ത് നിലപാട് സ്വീകരിക്കുന്നോ അതല്ലെങ്കിൽ സമരക്കാർക്ക് ഏത് തരത്തിലുള്ള പിന്തുണ നൽകുമെന്നോ ഉള്ള ഒരു കാര്യത്തിൽ ഇത്രകാലം വ്യക്തതയില്ല. അപ്പോൾ കോൺഗ്രസിനും അതായത് പ്രതിപക്ഷ നേതാവിനും ആ ഒരു സാഹചര്യത്തിലേക്കാണ്. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം ഒരു ഗവൺമെന്റ് തീരുമാനമെടുക്കണം. ആ തീരുമാനമെടുക്കാനായിട്ട് ഗവൺമെന്റിനെ പ്രഷറൈസ് ചെയ്യുന്ന സമ്മർദ്ദത്തിലാക്കുന്ന ചില നടപടികൾ പ്രതിപക്ഷത്തിനും സ്വീകരിക്കാം. അപ്പോൾ ഇത് രണ്ടുപേരും ഊർജിതമായി ഉണർന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രശ്ന പരിഹാരം കാണാൻ സാധിക്കൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിലെ 610 കുടുംബങ്ങൾ പാവപ്പെട്ടവരാണ്, നിസ്സഹായരായ മനുഷ്യരാണ്. അവരുടെ ഭൂമിയുടെ മേലുള്ള അവരുടെ അവകാശം സംരക്ഷിക്കപ്പെടുകയും ആ ഭൂമിയിന്മേലുള്ള റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ്. അത് അടിയന്തരമായി നിർവഹിക്കപ്പെടണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അതിൽ ഗവൺമെന്റും പ്രതിപക്ഷവും മറ്റെല്ലാ കക്ഷികളും കേന്ദ്രം ഭരിക്കുന്ന കക്ഷികളാണെങ്കിലും അവരോട് അത് സഹകരിക്കണമെന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. BJP ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. BJP ഇടപെട്ട് മാത്രമല്ല കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അതിനുള്ള ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസം അദ്ദേഹം അവിടെ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ട് മൊത്തത്തിൽ അതായത് സോഷ്യൽ മീഡിയ ഉൾപ്പെടെ ആയാലും BJP അതൊരു രാഷ്ട്രീയ മുതലെടുപ്പാണ്. പ്രത്യേകിച്ചും 3 തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ 2 നിയമസഭാ തെരഞ്ഞെടുപ്പും 1 ലോക്സഭാ തെരഞ്ഞെടുപ്പും അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെയാണ് ഒരു തരത്തിലുള്ള രൂക്ഷമായ വിമർശനം സോഷ്യൽ മീഡിയ ഉൾപ്പെടെ മൊത്തത്തിൽ ആ ഒരു വിമർശനം ഉയർന്നിട്ടുണ്ട്. അങ്ങനെയാണോ അതിനെയും ലത്തീൻ സഭയും അതിനെ അങ്ങനെയാണോ കാണുന്നത്? ഒരു കക്ഷി എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ സാഹചര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമായ വിധത്തിൽ മാറ്റുന്നതിന് ആ കക്ഷി ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായി ചില നടപടികൾ അത്തരത്തിലുണ്ട്. സുരേഷ് ഗോപി, ബഹുമാനപ്പെട്ട MP ശ്രീ സുരേഷ് ഗോപി അത്തരത്തിലൊരു അദ്ദേഹത്തെ ഏൽപ്പിച്ചു എന്ന് കരുതുന്നത് നമുക്ക് വിശ്വസനീയമായ ഒരു കാര്യമല്ല. കാരണം വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇത് പാർലമെന്റ് തീരുമാനിക്കപ്പെടേണ്ട ചില കാര്യങ്ങളാണ്. പക്ഷെ തീരുമാനങ്ങൾ ഉണ്ടാവേണ്ടതും നടപടികൾ ഉണ്ടാവേണ്ടതും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നാണ്. അത് ഗവൺമെന്റ് അക്കാര്യത്തിൽ അടിയന്തരമായി ഉണ്ടാവണം. രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ BJP ശ്രമിക്കുന്നു എന്ന ഒരു ആരോപണം വ്യാപകമാണ്. നമുക്കും ചില സംശയങ്ങൾ അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 20 ദിവസമായി തുടർച്ചയായ പ്രതിഷേധത്തിലാണ് ഭൂമിയുടെ കൈവശം അവകാശപ്പെടുന്നവർ. അതേസമയം വഖഫ് ബോർഡും ഹൈക്കോടതി എന്തു പറയുന്നു എന്നുള്ള കാത്തിരിപ്പിലാണ്. ഇന്ന് ഹൈക്കോടതി ആ ഹർജി വീണ്ടും പരിഗണിക്കുമ്പോൾ 610 കുടുംബങ്ങളുടെ ദുരിതത്തിന് പ്രശ്നത്തിന് പരിഹാരമാകുമോ എന്നുള്ള കാര്യത്തിൽ കാത്തിരുന്നു കാണണം.